ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ഞാനിപ്പോൾ ശാന്തിഗിരി ആശ്രമത്തിലാണുള്ളത് കേട്ടോ, തിരുവനന്തപുരം പോത്തങ്കോടുള്ള. അവിടുത്തെ ഏറ്റവും പ്രത്യേകതയാണ് ഈ താമര കാണുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം. എൻ്റെ കസിൻ്റെ കല്യാണവുമായി ബന്ധപ്പെട്ടാണ് കേട്ടോ ഞാൻ ഈ ശാന്തിഗിരി ആശ്രമത്തിൽ പോയത്. അപ്പോൾ കല്യാണം അവിടെ ഇങ്ങനെ അടിപൊളിയായിട്ട് നടന്നു, മനോഹരമായിരുന്നു കല്യാണമൊക്കെ. കല്യാണം കഴിഞ്ഞ് ചെറുക്കനെയും പെണ്ണിനെയും തലയിൽ പൂവിട്ട് അനുഗ്രഹിക്കാൻ ഒരു ചടങ്ങുണ്ടായിരുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ഒരു ചടങ്ങ് ചെയ്യുന്നത്. സാധാരണ വളരെ മുതിർന്ന ആളുകൾ ചെയ്യുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അത് എനിക്ക് കൂടി ചെയ്യാനുള്ളൊരു സാഹചര്യം കിട്ടിയപ്പോൾ കിട്ടിയ ഒരു അനുഭവം ഉണ്ടല്ലോ. നിങ്ങൾ ചിലപ്പോൾ അതിന് തള്ള വൈബ് എന്നൊക്കെ പറയായിരിക്കും, എങ്കിലും എനിക്ക് കിട്ടിയ ആ ഒരു അനുഭവം അല്ലെങ്കിൽ ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ. അതാ ഈ ക്യൂവിൽ നിന്നാണ് ഞാനും പോയി ചെറുക്കനും പെണ്ണിനും ഒക്കെ തലയിൽ പൂവിട്ട് അനുഗ്രഹിച്ചത്. എന്തായാലും എൻ്റെ അനിയനും അനിയത്തിയൊക്കെയാണല്ലോ, അപ്പം പിന്നെ നന്നായിട്ട് എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ശേഷം ഞങ്ങളിതാ വീണ്ടും ഇറങ്ങി താമരയുടെ അടുത്ത് നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പം ഞാൻ കേട്ടോ ആശ്രമത്തിൻ്റെ ആ ഒരു ഫ്രണ്ട് ഭാഗം എന്ന് തന്നെ പറയായിരുന്നു. എന്നാണ്ട് എൻ്റെ അമ്മയും എൻ്റെ സഹോദരനും രഞ്ജേട്ടനും മോനും കുട്ടും എല്ലാവരും ഉണ്ട്. അവരെല്ലാം ഇങ്ങനെ നടന്ന് കാണുക. ഇനി ഞങ്ങളുടെ നടത്താൻ നേരെ ഊട്ടുപുരയിലേക്കാണ്. അതായത് നമ്മുടെ ശാന്തിഗിരി ആശ്രമത്തിൽ ഫുഡ് കഴിക്കാനൊക്കെയുള്ള യാത്രയാണ്. ഏകദേശം ഒരു 100 ഏക്കറോളം വരും ഈ ഒരു ശാന്തിഗിരി ആശ്രമം നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരുപാട് കാണാനുണ്ട്. അപ്പോൾ നമ്മുടെ ആശ്രമത്തിൽ നിന്ന് ഇറങ്ങി തന്നെ കുറച്ച് നടന്നിട്ടാണ് നമ്മൾ ഈ ആഹാരം കഴിക്കാനുള്ള സ്ഥലത്തേക്ക് തന്നെ വന്നത്. അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡ് നമുക്ക് മുഖ്യം തന്നെയാണല്ലോ. അങ്ങനെ ആഹാരം കഴിച്ചിറങ്ങിയപ്പോഴാണ് അടുത്ത് വന്നതാ നമ്മുടെ സ്ഥലമൊക്കെ കാണാമെന്ന് കരുതി എന്നെ കൊണ്ട് കാണിച്ചതാണ്. ഇതാണ് അവിടെ ശാന്തിഗിരി ആശ്രമത്തിലെ ആ ശുദ്ധജല തടാകം. ഇപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു OV വിജയൻ സാറിൻ്റെ ഒരു സ്മൃതി മണ്ഡപം അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആണ്ടപ്പറ ചേച്ചി എന്നെ അതൊന്ന് കയറി അകത്ത് കയറി കാണൂ എന്നൊക്കെ പറഞ്ഞു. ഞാൻ അകത്ത് കയറി കണ്ടു. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൃതികളൊക്കെ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊക്കെ തന്നെ അവിടെ നമുക്ക് ചെന്നാൽ കാണാൻ പറ്റും. സത്യത്തിൽ എനിക്കിവിടെ ഏറ്റവും കൂടുതൽ ആശ്രമത്തിൽ വന്നപ്പോൾ അനുഭവപ്പെട്ടത് എന്തിന് കിട്ടുന്നൊരു ശാന്തത, സമാധാനം, നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആവും കേട്ടോ. സത്യത്തിൽ ഇതുവരെ അവിടെ ഇത് കണ്ടിട്ടില്ലാത്തവരെ, ഒരു പക്ഷേ ഈ ഒരു ശാന്തിഗിരി ആശ്രമം കാണാത്തവരുണ്ടെങ്കിൽ, ഇത് കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ഒന്ന് പോകുന്നത് നല്ലതാണെന്ന് തോന്നുന്നു കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണിത്. ഈ പറയുമ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് കാണാനേ എനിക്ക് പറ്റുള്ളൂ, കാരണം കല്യാണം ആയതുകൊണ്ട് തന്നെ എൻ്റെ സമയം കഴിഞ്ഞ് ഞങ്ങളൊരു ബസ്സിലായിരുന്നു പോയിരുന്നത് യാത്ര. അങ്ങനെ തിരിച്ച് ബസ്സിൽ കയറി പ്രഭണി ചേച്ചിയോട് നന്ദിയൊക്കെ പറഞ്ഞു. ചേച്ചി ഞങ്ങളുടെ അയൽവാസിയാണ് കേട്ടോ. അപ്പോൾ ചേച്ചിയോട് നന്ദിയൊക്കെ പറഞ്ഞ് ഇത്രയും കാര്യം പറഞ്ഞു. ഇനി 29-ന് വരണേ എന്ന് പറഞ്ഞിരിക്കുകയാണ്, കാരണം അവിടെ ആഘോഷങ്ങൾ നടക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ യാത്ര ഇവിടെ അവസാനിച്ച് തുടങ്ങിയെടുത്ത് ഞാൻ തിരിച്ചു. അപ്പോൾ എന്തായാലും നമ്മുടെ ചെറുക്കനും പെണ്ണിനും, നമ്മുടെ ജനപതിക്ക് നല്ലൊരു വിവാഹ മംഗളാശംസകൾ നേർന്നുകൊണ്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം.